ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങൾ, അതായത് എക്സസൈസ്, അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ചാപ്റ്റർ ആരംഭിക്കണം. അതിൽ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ റെസിപ്റ്റ്, പേയ്മെൻറ്റ്, ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതികൾ ഉള്ളത്. അതാണ് കണക്ക് തുടങ്ങുന്ന നമ്മുടെ പാഠം. ഓക്കെ, അത് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ പാഠം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, നോക്ക്. ദി കമ്പാരിസൺ ഓഫ് വൺ അക്കൗണ്ടിങ് പീരീഡ് വിത്ത് ദാറ്റ് ഓഫ് ദി പാസ്റ്റ് പീരീഡ് ഈസ് പോസിബിൾ വെൻ വൺ ഓഫ് ദി കോൺസെപ്റ്റ് ഈസ് ഗിവൺ ബിലോ ഈസ് ഫോളോഡ്. അതായത് ഞാൻ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ സ്ഥിരമായിട്ട് ഒരേ മെത്തേഡ് തന്നെ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ഉപയോഗിച്ച മെത്തേഡ് തന്നെ തൊട്ടടുത്ത വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച മെത്തേഡ് തന്നെ ഈ വർഷവും ഉപയോഗിക്കണം. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. കോസ്റ്റ് ആണോ, കൺസിസ്റ്റൻസി ആണോ, ഗോയിങ് കൺസേൺ ആണോ, മാച്ചിങ് പ്രിൻസിപ്പിൾ ആണോ എന്നാണ്. അതായത് നമ്മുടെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 കാറ്റഗറി പഠിച്ചു. ആ 3 കാറ്റഗറിയിലും ഓരോ കാറ്റഗറിയിലും 4ഉം 5ഉം പോയിൻറ്റുകൾ വേറെയും പഠിച്ചിട്ടുണ്ട്. അതിൽ പെടുന്ന സംഗതിയാണ് ഇവിടെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാ? സ്ഥിരമായിട്ട് ഒന്ന് തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ ആ ഓപ്ഷൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്കത് എളുപ്പം പറയാൻ പറ്റും, കൺസിസ്റ്റൻസി. ഓക്കെ, ഇത് ഞാൻ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഓരോന്നും ചോദ്യം വായിക്കും, അതിൻ്റെ ഉത്തരം പറയും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് കേൾക്കുക. അതിനുശേഷം നിങ്ങളതായ രൂപത്തിൽ ഇതേ ചോദ്യം വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ, അല്ലേ? അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അതായത് നമ്മൾ ഈ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടി ആൻസർ ഓർത്തെടുക്കാനൊക്കെ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്ക്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആർ ഷോൺ ആസ് എ ഫുട് നോട്ട് ഇൻ ദി ബാലൻസ് ഷീറ്റ് ആസ് പെർ ഡാഷ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. നമ്മളതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ ആ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്ന ഐറ്റം, അതായത് എളുപ്പം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒക്കെ ഉണ്ടാകുന്ന ലയബിലിറ്റിയെ ആണ് നമ്മൾ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുക. ഓക്കെ, അത്തരം ലയബിലിറ്റിയെ നമ്മൾ അടിയിൽ എഴുതി കാണിക്കും, ഒരു കുറിപ്പോട് കൂടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിൻ്റെ അടിയിൽ എഴുതി കാണിക്കും. അപ്പോൾ അങ്ങനെ എഴുതി കാണിക്കുന്ന ആ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഏതാണ് എന്നാണ് ഇവിടെ ചോദ്യം. ഇവിടെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആണെങ്കിൽ കൂടെ നമ്മളത് കൃത്യമായിട്ട് വെളിപ്പെടുത്തണം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഫുൾ ഡിസ്ക്ലോഷർ ആണ് ഇവിടുത്തെ ആൻസർ. ഫുൾ ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ ഒന്നും ഹൈഡ് ചെയ്യാതിരിക്കുക എന്നാണ്. നമ്മൾ ഫുൾ ഡിസ്ക്ലോഷറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, ഫൈൻഡ് ദി ഓഡ് വൺ ആൻഡ് സ്റ്റേറ്റ് ദി റീസൺ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതാണോ അതിൻ്റെ കാരണം എന്താണോ അത് പറയാം. അതായത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്, ടൈംലിനെസ് കോൺസെപ്റ്റ്. അതുപോലെ തന്നെ താഴെ മറ്റൊരു ഓപ്ഷനും കൂടെ അവിടെ ഉണ്ട്. അതായത് 3 എന്ന് പറയുന്ന ചോദ്യത്തിൽ 1, 2 ഇങ്ങനെ 2 ചോദ്യമായിട്ടാണുള്ളത്. നിങ്ങൾക്ക് ആദ്യത്തെ 1 എന്ന് പറയുന്നതിൽ ABCD 4 ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തേതിലും ABCD 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ 4 ഓപ്ഷനിൽ കൂട്ടത്തിൽ പെടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റാത്തത് ആയിട്ടുള്ള ചോദ്യം ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അക്കൗണ്ടിങ് എൻറ്റിറ്റി ആണോ, മെറ്റീരിയാലിറ്റി ആണോ, കൺസിസ്റ്റൻസി ആണോ, ടൈംലിനെസ് ആണോ? അപ്പോൾ ഇതിനുള്ള ഉത്തരം നിങ്ങൾ പറ. അതായത് ഇത്ര കട്ടിയിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ആ 3ലുള്ള 2 ചോദ്യം ഞാൻ തൽക്കാലം അവിടെ മാറ്റി വെക്കുകയാണ്. അതായത് നമ്മൾ 3 കാറ്റഗറി പഠിച്ചല്ലോ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ 3 കാറ്റഗറി പഠിച്ചിരുന്നു. അപ്പോൾ ഒരു കാറ്റഗറിയിൽ 4-5 എണ്ണം, മറ്റേ കാറ്റഗറിയിൽ ഒരു 4-5 എണ്ണം, മറ്റേ കാറ്റഗറിയിൽ 4-5 എണ്ണം. അപ്പോൾ ചിലത് 3 ഓപ്ഷൻ ഒന്നിൻ്റെ അകത്തുള്ളതായിരിക്കും, 4ാമത്തെ ഓപ്ഷൻ മറ്റ് കാറ്റഗറിയിലായിരിക്കും. അങ്ങനെ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് തൽക്കാലം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കംപ്ലീറ്റ് ദി ഫോളോയിങ് ഓൺ ദി ബേസ് ഓഫ് ദി ഹിൻഡ് ഗിവൺ. താഴെ തന്നിരിക്കുന്നത് ഹിൻഡിൻ്റെ ബേസിൽ, അതായത് നമുക്കൊരു ഹിൻഡ് തരികയാണ്. ആ ഹിൻഡിൻ്റെ ബേസിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറയുകയാണ്. A, B എന്നീ 2 ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദി ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം.
ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം എന്നുള്ളൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണല്ലോ. ആ ചോദ്യത്തിൽ അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ബി എന്ന് പറയുന്ന ചോദ്യം, ട്രാൻസാക്ഷൻ ഇൻവോൾവിങ് മണി ഓർ മണീസ് വർത്ത് വിൽ ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് ഡാഷ്. പണം അല്ലെങ്കിൽ പണവുമായിട്ട് ബന്ധപ്പെടുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ ബുക്കിൽ എഴുതി വെക്കുന്നതിനെ ഏത് കോൺസെപ്റ്റിലാണ് ആ ഒരു സംഗതി അറിയപ്പെടുന്നത് എന്നൊക്കെയാണ് ചോദിച്ചത്. എടാ നോക്ക്, എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്കിവിടെ പറയുകയാണ് ബിസിനസ് ഒരുപാട് കാലത്തേക്കുള്ളതാണ്. അപ്പോൾ അത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ്. അതുപോലെ തൊട്ട് താഴെ പണവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ട് ബുക്കിൽ എഴുതി വെക്കുള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് ഏത് കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏത് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുന്നതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം മണി ഓർ മണീസ് വർത്ത് എന്ന് പറയുന്ന ഐറ്റംസ് എഴുതി വെക്കുന്നത് മണി മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് മണി മെഷർമെൻറ്റ്, പണം കൊണ്ട് അളക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ. ഇനി അഞ്ചാമത്തേത് നോക്കുക. നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻസ് എന്നുള്ളൊരു സംഗതിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അസറ്റ് സമം ഡാഷ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് കിട്ടണമെങ്കിൽ ക്യാപിറ്റലിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്, ലാബിലിറ്റിയാണ് അവിടെ വരേണ്ട ഉത്തരം. അതുപോലെ നമുക്ക് ഓരോന്നിനെയും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഉത്തരം കാണാം. ക്യാപിറ്റൽ സമം അസറ്റ് മൈനസ് ലാബിലിറ്റി എന്നാണ് അവിടെയും ഉത്തരം. ഓക്കെ, അടുത്ത് ലാബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണെന്നാണ് അടുത്ത ചോദിക്കുന്നത്. അപ്പോൾ ഡാഷ് മൈനസ് ക്യാപിറ്റൽ എന്നാണ്. അസറ്റിൽ നിന്ന് ക്യാപിറ്റൽ കുറച്ചാലാണ് ലാബിലിറ്റി കിട്ടുക. അപ്പോൾ അസറ്റ് മൈനസ് ക്യാപിറ്റൽ, അസറ്റ് എന്നാണ് അവിടെ വരേണ്ടത്. ഇനി ഡാഷ് സമം അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അസറ്റിൽ നിന്ന് ക്യാപിറ്റൽ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് പറയുന്നത്. ആ കിട്ടുന്ന ഉത്തരം ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അതാണ് ലാബിലിറ്റി അല്ലേ. അപ്പോൾ നമ്മൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളൊരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ തിരിച്ചു മറിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം വരും. അതിൻ്റെ ആൻസർ നമുക്ക് കണ്ടെത്താനും പറ്റും. അപ്പോൾ നമ്മളിത് വളരെ ഡിസ്കസ് ചെയ്തതാണ്, വളരെ നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത് ആറാമത്തത്, ക്ലാസിഫൈ ദി ഫോളോയിങ് ഇൻ ടു അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ് ആൻഡ് മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ്. അതായത് ഈ പറയുന്ന ഓരോന്നിനെക്കുറിച്ചും നിങ്ങളോട് എഴുതാൻ പറയാണ്. ഗോയിങ് കൺസേൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. അതാണ് അതിൻ്റെ വൺ ലൈൻ ആൻസർ, ഒറ്റ വരിയിലുള്ള ആൻസർ. ഇനി മണി മെഷർമെൻറ്റ് എന്താണ്? ഇപ്പം നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞതാണ്. അതായത് പണവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പണത്തിന് മൂല്യമുള്ള വസ്തുക്കൾ, ഇവയുടെ ഒരു എലമെൻറ്റ് ഒരു ട്രാൻസാക്ഷനിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മണി മെഷർ ചെയ്യാൻ പറ്റണം, എങ്കിലേ അത് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. അടുത്തതാണ് ഫുൾ ഡിസ്ക്ലോഷർ. അതായത് ഒരു കാര്യവും നമ്മൾ ഒളിപ്പിച്ച് വെക്കൂല, എല്ലാം ഓപ്പൺ ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇതിനായിരുന്നു നമ്മൾ ഫുൾ ഡിസ്ക്ലോഷർ പഠിച്ചത്. അടുത്ത മെറ്റീരിയാലിറ്റി. എന്താ മെറ്റീരിയാലിറ്റി? നമ്മൾ ഒരു സാധനം റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ, അത് കൃത്യം ഡോക്യുമെൻറ്റിൻ്റെ ബേസിസിൽ ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഇൻവോയ്സ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് അല്ലേ. അടുത്തത് ടൈംലിനെസ്. അതായത് സമയബന്ധിതമായിട്ട് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം. അതായത് നമ്മൾ ലാഭനഷ്ട കണക്കുകൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അത് വേണ്ടപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിനെയാണ് നമ്മൾ ടൈംലിനെസ് അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് അല്ലേ, ടൈമിങ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞത്? ഒരു ക്രിക്കറ്റ് കളിക്കാരൻ റണ്ണൗട്ട് എന്ന ഉദാഹരണമൊക്കെ വെച്ചിട്ട് നമ്മളത് വളരെ ഭംഗിയിൽ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതാണ് സംഭവം. അടുത്തത് റവന്യൂ റിയലൈസേഷൻ. അതായത് റവന്യൂ റിയലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സെയിൽ നടന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റവന്യൂ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അത് റിയലൈസ് ചെയ്യണം, അത് സെയിൽസായിട്ട് മാറണമെങ്കിൽ അത് അവിടെ ഡീലിങ്സ് നടക്കണം, എങ്കിലേ നമ്മളത് എഴുതാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളെ കടയിൽ ഒരാൾ വന്ന് അന്വേഷിച്ച് പോവുകയാണ്, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അയാളിപ്പം വന്ന് സാധനം മേടിക്കും എന്നും പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴേ എഴുതി വെക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റവന്യൂ റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ, അതാണ്. ഇനി അടുത്തത് അടുത്തെന്താ? അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം എക്സെട്ര ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഡ്യൂ ടു ദി ഡാഷ് പ്രിൻസിപ്പിൾ. അതൊന്നും നമ്മൾ പഠിക്കാത്തതാണ്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ തുടക്കം മുതലേ അതൊക്കെ ചെറുതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യനാണ്. തൽക്കാലം ഞാനതിനെ ഒഴിവാക്കുകയാണ്. നമുക്ക് ഫൈനൽ അക്കൗണ്ടൊക്കെ പഠിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ പഠിച്ചിട്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താം.
എട്ടാമത്തെ ചോദ്യം നോക്ക്. അക്കോർഡിംഗ് ടു ഡാഷ് കോൺസെപ്റ്റ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദി ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം എന്നാണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്, ഇപ്പോഴും പറഞ്ഞു അല്ലേ. ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം എന്നുള്ളത് ഏത് കോൺസെപ്റ്റിനനുസരിച്ചാണ് ഉള്ളത്? ഏതാ ഉള്ളത്? നിങ്ങൾക്കറിയാതെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്നുള്ളത് അല്ലേ. അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നമ്മൾ ഇപ്പം തന്നെ എത്രയോ പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ശരി, നിങ്ങൾ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ഡെവലപ്ഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ്. അക്കൗണ്ടിങ് ഇക്വേഷൻ ഏതിൻ്റെ സഹായത്തോടെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? അതായത് അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള നമ്മുടെ എക്വേഷൻ ഉണ്ടല്ലോ, അത് ഏതിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തതെന്നാണ്? മണി മെഷർമെൻറ്റിൽ നിന്നാണോ, ഡുവൽ ആസ്പെക്റ്റിൽ നിന്നാണോ? അതായത് നിങ്ങൾ ഓപ്ഷൻ നോക്ക്, മണി മെഷർമെൻറ്റിൽ നിന്നാണോ, ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റിൽ നിന്നാണോ, റവന്യൂ റിയലൈസേഷനിൽ നിന്നാണോ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണോ? ഇതിലേതാ? അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അല്ലേ. അതായത് ഡുവൽ ആസ്പെക്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഗിവിങ് ആൻഡ് റിസീവിങ് ആസ്പെക്റ്റ് നമ്മൾ പഠിച്ചു, ഒരുപാട് തവണ ചെയ്തു അല്ലേ. അതാണെന്ത്? ഡുവൽ ആസ്പെക്റ്റ്. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി വരുന്നത് മാച്ച് ദി ഫോളോയിങ് ആണ്. മാച്ച് ദി ഫോളോയിങ്ങിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്, വെരിഫയബിൾ എവിഡൻസ് കോൺസെപ്റ്റ്, കൺസർവേറ്റിസം പ്രുഡൻസ് അഥവാ പ്ലെയിൻ സേഫ് കോൺസെപ്റ്റ്. ആ പേര് 3 ഓർമ്മിക്കണേ. അതായത് 4ാമത്തെ ഓപ്ഷൻ കൺസർവേറ്റിസം, പ്രുഡൻസ്, പ്ലെയിൻ സേഫ്, ഇതൊക്കെ ഒന്നിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ഞാൻ ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? നിങ്ങളെ മൈൻഡിൽ കൃത്യമായിട്ടത് മെമ്മറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം, ഓരോ സ്പാർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഓക്കെ, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഇതിനൊക്കെ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് വലത് സൈഡിലുണ്ട്. ഞാനിത് ഇവിടെ മാച്ച് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ടൊരു പേപ്പറിൽ എടുത്തിട്ട് ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ, പറ്റാതിരിക്കില്ല, പറ്റണം, പറ്റും, പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ ഇതിൽ കമൻ്റായിട്ട് ചോദിച്ചാലും മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവാം. ഇത് നിങ്ങൾ സ്വന്തം ചെയ്യേണ്ടിയിട്ടാണേ, കാരണം ഞാനിതിങ്ങനെ വായിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, നിങ്ങളാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, ശരിയാക്കി എടുക്കേണ്ടത്. ശരി, നമ്മൾ നോക്ക് 11ാമത്തെ ചോദ്യം നോക്ക്. റവന്യൂ ഫ്രം ദി സെയിൽ ഈസ് റിയലൈസ്ഡ് വൻ. അതായത് റവന്യൂ ഫ്രം ദി സെയിൽ, നമുക്ക് സെയിൽ ചെയ്തിട്ടുള്ള വരുമാനം ഉണ്ടല്ലോ, അത് നമ്മൾ എപ്പോഴാണ് കാണിക്കുക? നമ്മൾ തൊട്ട് മുകളിൽ ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ അതിനെപ്പറ്റി. സെയിൽ ഈസ് മെയ്ഡ്, ഓർഡർ ഈസ് പ്ലേസ്ഡ്, ക്യാഷ് ഈസ് റിസീവ്ഡ്, പ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. അതായത് നിങ്ങൾ സെയിൽ എന്നും പറഞ്ഞിട്ടൊരു സംഗതി നിങ്ങളെ അക്കൗണ്ടിൽ എഴുതി വെക്കുക എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. അത് ആക്ച്വൽ സെയിൽ നടക്കുമ്പോഴാണോ, അല്ലെങ്കിൽ സെയിൽസിനുള്ള ഓർഡർ കിട്ടുമ്പോഴാണോ, അല്ലെങ്കിൽ അതിൻ്റെ പൈസ കിട്ടുമ്പോഴാണോ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കംപ്ലീറ്റഡ് ആകുമ്പോഴാണോ? ഇതാണ് ചോദ്യം. അപ്പോൾ ഏതാ ഇതിൻ്റെ ഉത്തരം? ഇതിൻ്റെ ഉത്തരം ഒറ്റയൊന്നേ ഉള്ളൂ, സെയിൽസ് ഈസ് മെയ്ഡ്. അതായത് സെയിൽ നടക്കുമ്പോഴേ നമുക്ക് സെയിൽസ് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ സെയിൽസ് ആവില്ല. ക്യാഷ് കുറച്ച് തന്ന് എന്നിട്ട് ബാക്കി ഞാൻ നാളെ തരാൻ, എന്നിട്ട് സാധനം നാളെ മേടിക്കാം, അങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് സെയിലാവില്ല. ഇനി പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് വിറ്റ് പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അത് സെയിലായിട്ട് നമ്മൾ അക്കൗണ്ടൻറ്റ് പരിഗണിക്കണമെങ്കിൽ അവിടെ സെയിൽ നടന്നിട്ട് തന്നെ ഉണ്ടാവണം. ദാറ്റ് ഈസ് സെയിൽ ഈസ് മെയ്ഡ്. ചോദിക്കും കേട്ടോ. അടുത്തത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആർ ബേസ്ഡ് ഓൺ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്? കൺവീനിയൻസ് ഇൻ അക്കൗണ്ടിങ്, ഒബ്ജക്റ്റിവിറ്റി, സബ്ജക്റ്റിവിറ്റി, പ്രാക്ടിക്കബിലിറ്റി. ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്? ഏതിനെ ബേസ് ചെയ്തിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ ഉണ്ടാക്കിയത്? കൺവീനിയൻസ് ഇൻ അക്കൗണ്ടിങ് ആണ് കേട്ടോ. അക്കൗണ്ടിങ് ചെയ്യുന്നതിനുള്ള സൗകര്യത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ സൗകര്യം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയത്. മനസ്സിലായല്ലോ? അപ്പോൾ അക്കൗണ്ടിങ് ആ പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിന് നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അതിനുള്ള സൗകര്യപ്പെടുത്തുന്നതാണ് ആ പ്രിൻസിപ്പിൾസിൻ്റെ മെയിനായിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഉത്തരം. നെക്സ്റ്റ് 13 നോർമലി അസറ്റ്സ് ആർ റെക്കോർഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ്. അസറ്റ് അതിൻ്റെ നമ്മൾ ഒരു അസറ്റ് എഴുതുന്നു, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ്, നമ്മളിപ്പോൾ ഒരു അസറ്റിന് ചിലവാക്കിയ പൈസ ഉണ്ടല്ലോ, ആ ചിലവാക്കിയ പൈസയാണ് നമ്മളവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ വില എത്രയാണോ അതാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഗോയിങ് കൺസേൺ ആണോ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് ആണോ, ഇത് രണ്ടും കൂടെയാണോ, നൺ ഓഫ് ദിസ് ആണോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി സത്യത്തിൽ പറയുകയാണെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരം. നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നാണ് നമ്മൾ പറയാം, പക്ഷേ അങ്ങനെ കാണിക്കാൻ കാരണം ബിസിനസ് ഇന്നേക്ക് മാത്രമുള്ളതല്ല, അത് ഒരുപാട് കാലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ എന്തുണ്ട്, ഇന്ന് തന്നെ എല്ലാ ചിലവുകളും നമ്മൾ എഴുതി വെക്കില്ല. ഓക്കെ,
നമ്മളൊരു വലിയ ബൾക്കായിട്ടുള്ളൊരു ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യുന്നു, അടുത്ത വർഷത്തേക്കും പിന്നത്തെ വർഷത്തേക്കൊക്കെ നമ്മൾ ലേശ കാണിച്ചാണ് അതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എ ആൻഡ് ബി ആണ് ഇവിടെ ഉത്തരം. അപ്പോൾ ഈ ഉത്തരമൊക്കെ ഇവിടെ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. ഇതാ നമ്മളിപ്പം പറഞ്ഞതിൻ്റെ സംഗതി കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. ഉത്തരമാണ് ഈ പറഞ്ഞതൊക്കെ. ആൻസേഴ്സ് എന്ന് കാണാം. ആൻസേഴ്സ് ഇത് വേണമെങ്കിൽ നിങ്ങൾ എഴുതി നോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം ഈ പറയുന്ന സംഗതികൾ അധികവും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനിയൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഇത്ര നേരം പറഞ്ഞ അതേ സംഗതി തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഞാനിതിവിടെ നിർത്തുകയാണ്. ഇത്രയൊക്കെയാണുള്ളത്. ഇനി നമുക്ക് പരീക്ഷാ ടൈം അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്നൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്ത് വളരെ നല്ലൊരു ക്ലാസ് നമുക്ക് നടത്താം. അപ്പം തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. നാളെ മുതൽ നമ്മൾ പുതിയ ചാപ്റ്ററാണ് എടുക്കുക. അതുവരേക്കും എല്ലാവർക്കും ബൈ.